ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം, ചിന്തിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പകരമായി ആത്മനിയോഗത്താൽ ഇന്നൊരു ഒരു 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 പ്രൊഫറ്റിക്കൽ വേർഡിനെ ഡിക്ലെയർ ചെയ്യാൻ പോകാം നമ്മൾ. അതുകൊണ്ട് ഇന്ന് ഇതിനകത്ത് നിങ്ങളോട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ അശ്രദ്ധമായ എല്ലാ ഇരിപ്പും വിട്ടിട്ട് പൂർണ്ണ ശ്രദ്ധയോടുകൂടെ നിങ്ങളുടെ മറ്റെല്ലാ കാര്യങ്ങളൊന്ന് മാറ്റിവെച്ച്, പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത്, സാധിക്കുന്നവർ എന്തെങ്കിലും അസൗകര്യങ്ങൾ ടെക്നിക്കലായിട്ടോ മറ്റെന്തെങ്കിലും ഉള്ളവർക്ക് നോ പ്രോബ്ലം, അല്ലാത്തവരെല്ലാം സാധിക്കുന്നിടത്തോളം എല്ലാവരും ഇന്ന് ഈ ലൈവിൽ പ്രാർത്ഥനയോടുകൂടി ജോയിൻ ചെയ്യുക. നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ കർത്താവ് മാറ്റുന്ന ഒരു ദിവസമാണ് എന്നെനിക്ക് നിശ്ചയമുണ്ട്. നമുക്കിന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് ആരംഭിക്കാം. ഏശയ്യാവിൻ്റെ പുസ്തകം 9:4. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. അവൻ ചുമക്കുന്ന ചുമട്, തോളിലെ നുകം. ഈ ഷോൾഡർ എന്ന പദം നിങ്ങൾ കാണുമ്പോൾ, ഷോൾഡർ, ചുമട്, തോള് എന്ന പദം കാണുമ്പോൾ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷോൾഡർ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ശരീര അവയവത്തിൽ ഏറ്റവും കൂടുതൽ ബലത്തോടെ, ശക്തിയോടെ, എന്നാൽ കംഫർട്ടബിളായിട്ട് ഒരു ചുമട് ചുമക്കുന്ന സ്ഥലമാണ് ഷോൾഡർ. അപ്പൊ ഈ ഷോൾഡർ എന്ന് പറയുന്നത് കാണിക്കുന്ന ഒരു കാര്യം, സ്ട്രെങ്തിനെ കാണിക്കുന്ന, ഇറ്റ് ഈസ് അബൌട്ട് സ്ട്രെങ്ത്, ബട്ട് ഇറ്റ് ഈസ് സെയിം ടൈം ഇറ്റ് ഈസ് അബൌട്ട് ദ ബെയർ അവർ പെയിൻ ആൻഡ് ബേർഡൻ. നമ്മുടെ ആകുലതകളെയും ഭാരത്തെയും ചുമക്കുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ കാണുന്നത്. 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഇവിടെ ഈ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ 4-ാം വാക്യത്തിൽ കണ്ടത് ചുമട്, അതായത് നമ്മൾ ആ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത് തോളിലെ ചുമട്, അതായത് ഷോൾഡറിലെ ചുമട്. 4-ാം വാക്യത്തിൽ ഷോൾഡറിലെ ചുമടിനെ കുറിച്ച് പറഞ്ഞിട്ട് 6-ാം വാക്യത്തിൽ പറയുക തോളിലെ ആധിപത്യം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ടീച്ചിങ് ഒന്നുമല്ല. നിങ്ങളിത് അത് സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു സീരിയസ് ലെവലിലേ പോകരുത്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്, അതായത് നിങ്ങൾ ആരാധിക്കാനും റിസീവ് ചെയ്യാനും ആ ഫ്രീ മോഡിലിരിക്കണം. നിങ്ങൾ വേറെ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ പോകണ്ട. ഇന്ന് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നൊരു ദൂതാണിത്. ചില ചുമടിലെ, ചില തോളിലെ നുകങ്ങളെ മാറ്റിയിട്ട് ചില തോളിലേക്ക് അധികാരത്തെ വെക്കുന്ന ദിവസങ്ങളെ മാറാൻ പോവാം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ചിലര് ഇങ്ങനെ ചുമടെടുത്ത് മടുത്ത ചിലരോട് ഈ ദിവസങ്ങളിൽ കർത്താവ് പറയുക, ആ തോളിലെ ചുമട് മാറ്റിയിട്ട് തോളിൽ ഞാൻ അധികാരത്തെ വെക്കാൻ പോവാം. ഞാൻ വീണ്ടും പറയാം, ഇന്ന് ഈ വചനം കേൾക്കുന്ന സകലരോടും പറയുകയാണ്, ആരൊക്കെ തോളിൽ ചുമട് ചുമന്ന് തളർന്ന്, കുഞ്ഞുങ്ങളുടെ ചുമട്, പൈസയുടെ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, ശുശ്രൂഷ ഒരു ഭാരം, കുടുംബജീവിതം ഒരു ഭാരം, ജോലി ഒരു ഭാരം, രോഗം ഒരു ഭാരം, എല്ലാ വിധത്തിലും ഭാരം, തോളിൽ ചുമട് ചുമന്ന ചിലരുടെ തോളില് അധികാരത്തെ വെക്കുന്ന ഒരു നാളുകളായിട്ട് ഈ ദിവസങ്ങൾ മാറുക. എന്ത് കാര്യം എന്നറിയാമോ? അടിമത്വത്തിൽ നിന്ന് പുത്രത്വത്തിലേക്ക് വരികയാണ്. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചുമന്നിട്ടും ഹല്ലേലൂയ ആമേൻ നിങ്ങളെ കൊണ്ട് ആവുന്നതിലധികം അധ്വാനിച്ചിട്ടും നിങ്ങളുടെ മുമ്പിൽ തുറക്കാത്ത ചില വാതിലുകൾ നിങ്ങളുടെ തോളിൽ വെക്കുന്ന അധികാരം കൊണ്ട് ഈ ദിവസങ്ങളിൽ തുറക്കപ്പെടാൻ പോവാ. ഒരിക്കൽ കൂടെ അതിനെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് ഗൗരവത്തോടെ എടുക്കുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, കഴിയുന്ന അത്രയും പേര് വീഡിയോ ഓൺ ചെയ്യുകയും നിങ്ങളിതിനെ ഗൗരവമായിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിൽ തിരക്കുകളോ കാര്യങ്ങളോ ആ ഒരു നിലയിലല്ലാതെ, ഒഫീഷ്യലി നിങ്ങൾ ഡ്യൂട്ടി സ്ഥലത്താണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അല്ല വീട്ടിലാണെങ്കിൽ ഇത് അലക്ഷ്യമായിട്ട് എടുക്കാതെ ഇന്ന് ആരൊക്കെ നിങ്ങൾ ആ ഇരിപ്പിടത്തിൽ വന്നു സ്വസ്ഥമായിട്ട് നിരുന്ന് മറ്റെന്തെല്ലാം കാര്യത്തിനു വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കുന്നത്, മറ്റെന്തെല്ലാം കാര്യത്തിലുണ്ട്, ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒന്ന് സ്പെയർ ചെയ്യാൻ നിങ്ങൾക്കുണ്ടോ? ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ ദൂത് പറഞ്ഞിവിടെ തീരുന്നതിന് മുമ്പ് ഇന്ന് ചില ജീവിതങ്ങളകത്ത് ചില അസാധാരണമായ തോളിലുള്ള ചുമട് മാറി തോളിൽ അധികാരത്തെ വയ്ക്കുന്ന ഒരു ആമേൻ ഹല്ലേലൂയ ഒരു സമയമായിട്ട് ഈ സമയത്ത് കർത്താവ് മാറ്റി. ഞാൻ വീണ്ടും പറയാം, തോളിലുള്ള ചുമടിനെ മാറ്റി തോളിൽ അധികാരത്തെ വെക്കുക. ആമേൻ. ചുമന്ന് നീ സമ്പാദിച്ചതിനേക്കാളും അധികാരത്തിൽ നിന്റെ സമ്പാദ്യം വർദ്ധിക്കും. ചുമന്ന് നീ വർദ്ധിച്ചതിനേക്കാളും അധികാരത്തിൽ നീ വർദ്ധിക്കും. ചുമന്ന് നീ സമ്പാദിച്ചതിനേക്കാളും അധികാരത്തിൽ നിന്റെ സമ്പാദ്യം വർദ്ധിക്കും. ആമേൻ. ചുമന്ന് ഹല്ലേലൂയ നീ പേര് പ്രാപിച്ചതിനേക്കാളും അധികാരത്താൽ ഹല്ലേലൂയ ആമേൻ നിന്റെ വർധനമുണ്ടാകും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ചുമടുകൾ ചുമന്ന തോളുകളിലേക്ക് അധികാരം. യെസ്, ഒന്ന് വിളിച്ചു പറഞ്ഞു, ഐ റിസീവ് ഇറ്റ്. ഒന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ചില ചുമടുകൾ ചുമന്ന് തോളിൽ ചില ചുമടുകൾ ചുമന്ന് നാളുകളായി അധ്വാനിച്ച് തളർന്ന് മടുത്ത് ജീവിതം തന്നെ മടുത്ത് മതിയാക്കിയേക്കാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് പരിശുദ്ധാമ്മ പറയുകയാണ്, നിന്റെ തോളിലെ ചുമട് മാറ്റി നിന്റെ തോളിലേക്ക് ഞാൻ അധികാരത്തെ വെക്കുകയാണ്. അധികാരം. 4, 5, 6, 7, 8 2-3 വാക്യത്തിന്റെ ഗ്യാപ്പിലിടയ്ക്ക് എന്തൊരു വ്യത്യാസമല്ലേ. 9:4 പറയുന്നു, തോളിലെ ചുമട്, തോളിലെ നുകം, തോളിലെ കോല്, തോളിൽ ഹല്ലേലൂയ ആമേൻ വലിയ ഭാരം ചുമക്കുക. പക്ഷെ ഇവിടെ പറയുന്നു, ഇല്ല കേട്ടോ, അതല്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ 9 പറയുകയാണ്, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആധിപത്യം, ഗവൺമെന്റ് ഓൺ ഹിസ് ഷോൾഡർ. അവന്റെ തോളിൽ അധികാരം ഇരിക്കുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന രോഗത്തിനുമേൽ, കുടുംബത്തിനകത്ത് വാഴുന്ന ശാപത്തിനുമേൽ, ഹല്ലേലൂയ പ്രതിസന്ധികളുടെ മേൽ, കടഭാരത്തിനുമേൽ, ആമേൻ പ്രതികൂലങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിന്റെ മേൽ ഒരു അധികാരത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി വീഴുന്നു. അധികാരത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അധികാരത്തിന്റെ പുതപ്പ് ഇന്ന് രാത്രി വീഴുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഏലീശേ ആമേൻ നീ അങ്ങോട്ട് പോയപ്പോ ആമേൻ ഹല്ലേലൂയ ഏലിയാവിനെ പിൻഗമിക്കുന്നവനായിട്ട്, ഏലിയാവിന്റെ പുറകെ പോകുന്നവനായിട്ടാ പോയത്. എന്നാൽ തിരിച്ചു നിന്നെ കൊണ്ടുവരുന്ന എങ്ങനെയാണെന്നറിയാമോ? ഏലിയാവിന്റെ അതേ ആത്മാവുള്ളവനായിട്ടാ. ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലരുടെ മേൽ ഹല്ലേലൂയ ആമേൻ ക്രിസ്തുവിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ്, അധികാരത്തിന്റെ ആത്മാവ്, അപ്പോസ്തലിക ആത്മാവ്, പ്രവചനാത്മാവ് ഹല്ലേലൂയ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചരിത്രത്തെ ആമേൻ തിരുത്തി കുറിക്കുന്നത് പോലെ ചില ജീവിതങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രി യേശുവിന്റെ നാമത്തിൽ. തലമുറകളെ പിശാച് എവിടെയും കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അധികാരം വെളിപ്പെടുമ്പോ ആ കെട്ടുകൾ അഴിയാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. തലമുറകളുടെ ആമേൻ ആരോഗ്യത്തെ, അവരുടെ ബുദ്ധി മേഖലയെ പിശാച് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, തലമുറകളുടെ ആമേൻ ഉയർച്ചയെ, അഭിവൃദ്ധിയെ പിശാച് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ കുടുംബ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ചില നന്മകളെ പിശാച് അപഹരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖലയിൽ ചില വാതില് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പം പറയുക ആമേൻ. അടച്ച ചില വാതിലുകളെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തോളില് ആമേൻ ഉണ്ടായിരുന്ന ചില ചുമടുകളെ മാറ്റി, തോളിൽ ചില അധികാരത്തെ, ആധിപത്യം നിന്റെ ആമേൻ ചുവട് ഹല്ലേലൂയ തോളിലേക്ക് അധികാരത്തെ ഹല്ലേലൂയ ആമേൻ ആധിപത്യം യേശുവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആധിപത്യം യേശുവിന്റെ നാമത്തിൽ ആധിപത്യത്തെ
ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെ വാണുകൊണ്ടിരുന്ന രോഗം ഇനി ആ വീട്ടിനകത്തില്ല. ഇതുവരെ വാണുകൊണ്ടിരുന്ന ദാരിദ്ര്യം ആ വീട്ടിനകത്തില്ല. ഇതുവരെ നിന്ന ശാപം ആ വീട്ടിനകത്തില്ല. ഇതുവരെ നിന്ന് ആ വിചാരം ആ വീട്ടിനകത്തില്ല. ഇതുവരെ നിന്ന് ഭിന്നത ആ വീട്ടിനകത്തില്ല. ഇതുവരെ നിന്ന് പൈശാചിക തന്ത്രങ്ങൾ ആ വീട്ടിനകത്തില്ല. ഇതുവരെ നിന്ന് അൺഫോർഗിവ്നെസ് വീട്ടിനകത്തില്ല. ഇതുവരെ നിന്ന് ദാരിദ്ര്യം വീട്ടിനകത്തില്ല. രാത്രി ആധിപത്യം വെളിപ്പെടുമ്പോൾ ചുമടുകൾ തോളിൽ നിന്ന് മാറി ആ തോളുകളിലേക്ക് ആധിപത്യത്തെ കർത്താവ് വെച്ച് തരിക. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വീടുകളിൽ നിങ്ങളുടെ ഓരോ വീടുകളിലും ആമേൻ, നിങ്ങൾ ഹല്ലേലൂയ നിശബ്ദമായിട്ട് അയ്യോ അടുത്തുള്ളവരാരും കേൾക്കരുതേ, അങ്ങനല്ല. ശബ്ദം ആ വീട്ടിനകത്ത് മുഴങ്ങട്ടെ. ആ ശബ്ദം ആ വീട്ടിനകത്ത് മുഴങ്ങട്ടെ. നിങ്ങൾ പറയുന്ന അന്യഭാഷയുടെ ശബ്ദം ആ വീട്ടിനകത്ത് മുഴങ്ങട്ടെ. നിങ്ങളുടെ കരമടി ആ വീട്ടിനകത്ത് മുഴങ്ങട്ടെ. നിങ്ങളുടെ ആമേൻ ആ വീട്ടിനകത്ത് മുഴങ്ങട്ടെ. നിങ്ങളുടെ ഹല്ലേലൂയ വീട്ടിനകത്ത് മുഴങ്ങട്ടെ. ഇതുവരെയും രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, ഇതുവരെ ശാപത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, ഇതുവരെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ, ഇതുവരെ ആവശ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, ഇപ്പോൾ ആ വീട്ടിനകത്ത് ആമേന്റെ ശബ്ദമുയരട്ടെ. ഹല്ലേലൂയയുടെ ശബ്ദമുയരട്ടെ. ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ശബ്ദം ആ വീട്ടിനകത്ത് വെളിപ്പെടട്ടെ. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ മുന്നോട്ട് വിടാതെ കെട്ടിവെച്ചിരുന്ന പല കെട്ടുകളും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആധിപത്യം അധികാരം വെളിപ്പെടുമ്പോൾ ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ തുറക്കും. ആ വാക്ക് എടുത്തെടുത്ത് പറയുന്നു. അധികാരം വെളിപ്പെടുമ്പോൾ ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ, ആമേൻ, അധികാരം വെളിപ്പെടുമ്പോൾ ഇതുവരെ തുറക്കാത്ത ചില വാതിലുകൾ, ഓ ഹല്ലേലൂയ, ആമേൻ, യേശുവിന്റെ നാമത്തിൽ തുറന്നു വരുന്നു. ചില ബന്ധങ്ങളെ കർത്താവ് തുറന്നു കൊണ്ടുവരുന്നു. ആമേൻ, ഹല്ലേലൂയ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിത പങ്കാളികളെ കർത്താവ് ഒരുക്കിക്കൊണ്ടുവരുന്നു. ആമേൻ, ജോലി, ഹല്ലേലൂയ, ജോലിയുടെ വാതിലില്ലാതെ, ആമേൻ, ജോലി ഇല്ലാതിരിക്കെ ജോലിക്ക് വേണ്ടി ചില ബന്ധങ്ങളെ കർത്താവ് തരുന്നു. ബിസിനസ്സുകൾ ഇല്ലാതിരിക്കെ ബിസിനസ്സുകൾക്ക് വേണ്ടി ചില ബന്ധങ്ങളെ കർത്താവ് ഒരുക്കി തരുന്നു. ഹല്ലേലൂയ, ആമേൻ, കുഞ്ഞുങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വാതിലുകൾ ഇല്ലാതിരിക്കെ അവർക്ക് അതിനുള്ള വാതിലുകളെ കർത്താവ് തുറന്നു തരുന്നു. ആമേൻ, വീട് പണിക്ക് പണമില്ലാതിരിക്കെ അതിന് വഴികളെ കർത്താവ് തുറന്നു തരുന്നു. ഹല്ലേലൂയ, രോഗസൗഖ്യത്തിന് ആമേൻ നല്ലൊരു സാഹചര്യം ഇല്ലാതിരിക്കെ അതിനുള്ള വാതിലുകളെ കർത്താവ് തുറന്നു തരുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയുന്നത്, തോളിൽ നിന്ന് ചില ചുമടുകളെ മാറ്റിയിട്ട് ആധിപത്യം തോളിലേക്ക്. ഓ യേശുവിന്റെ നാമത്തിൽ എത്ര പേര് ആ ഭവനത്തിലത് ആമേൻ അത് അനുഭവിക്കുന്ന എനിക്കറിയത്തില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇരിക്കുമ്പോൾ ഈ വീട്ടിനകത്ത് ആത്മാവിന്റെ വലിയൊരു പ്രവാഹത്തെ ഞാൻ അനുഭവിക്കുക. ഈ വീട്ടിനകത്ത് എല്ലാ റൂമുകളിലേക്കും, ഈ ഭവനത്തിനകത്തുള്ള എല്ലാ അറകളിലേക്കും, എല്ലാ ഫർണിച്ചറിനകത്തേക്കും, ഈ വീട്ടിനകത്തുള്ള എല്ലാ വസ്തുവകകളുടെ മേലും, ഈ വീട്ടിനകത്തുള്ള സകല വ്യക്തികളുടെ മേലും, ആമേൻ, ഇതിനകത്തുള്ള എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ മേലും, ആമേൻ, പ്രാപ്തികളുടെ മേൽ, ആവശ്യങ്ങളുടെ മേൽ, ആഗ്രഹങ്ങളുടെ മേലെല്ലാം ആമേൻ ഈ പറയുന്ന ദൂത ആമേൻ എല്ലാത്തിനെയും പിടിച്ചെടുക്കുന്നു. നിങ്ങളുടെ വീട്ടിലും അത് സംഭവിക്കട്ടെ. നിങ്ങൾ പറ എന്റെ വീട്ടിനകത്ത് മുഴുവൻ ഇത് ജ്വലിക്കട്ടെ. ആമേൻ, ഈ വചനം, അതേ ആധിപത്യം, ഇതുവരെ ചുമന്ന തോളില് ഇതാ ആധിപത്യം. ഓ അധികാരത്തോട് കൽപ്പിക്കുന്ന, പ്രതികൂലത്തോട് കൽപ്പിക്കുന്ന, രോഗത്തോട് കൽപ്പിക്കുന്ന, പ്രതിസന്ധികളോട് കൽപ്പിക്കുന്ന, ആമേൻ, ദാരിദ്ര്യത്തോട് കൽപ്പിക്കുന്ന, നിരാശയോട് കൽപ്പിക്കുന്ന, ഒറ്റപ്പെടുത്തി പിശാചി നിന്നെ ഒറ്റപ്പെടുത്തി വെച്ചെങ്കിൽ അതിനോട് കൽപ്പിക്കുന്ന, അപവാദത്തിനകത്ത് നിന്നെ ഇട്ട് തളർത്തിയെങ്കിൽ അതിനോട് കൽപ്പിക്കുന്ന, നിന്റെ മക്കളെ പിശാചി പിടിച്ച് ഒതുക്കി കുരുക്കിട്ട് കെട്ടിവെച്ചെങ്കിൽ അതിനെ ആമേൻ ആ കെട്ടുകളെ പൊട്ടിക്കുന്ന ആധിപത്യം തോളിലേക്ക്. ഇതുവരെ ചുമന്ന തോളില് ആധിപത്യം, യേശുവിന്റെ നാമത്തിൽ ആധിപത്യം. ഹല്ലേലൂയ, ആമേൻ. വചനം ഇങ്ങനെയാ പറയുന്നത്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുക. നിന്റെ വാ തുറന്ന് നീ പറയുമ്പോ, അധികാരത്തോടെ നീ പറയുമ്പോ, ആമേൻ, മരിച്ച ചില സ്ഥലങ്ങളിൽ ജീവൻ വെളിപ്പെടും. ഡെഡ് സിറ്റുവേഷൻ മാറിപ്പോകും. മരിച്ചു കിടക്കുന്ന സാമ്പത്തിക മേഖല, മരിച്ചു കിടക്കുന്ന ബന്ധങ്ങൾ, മരിച്ചു കിടക്കുന്ന ആരോഗ്യം, മരിച്ചു കിടക്കുന്ന ജോലി, മരിച്ചു കിടക്കുന്ന ശുശ്രൂഷകൾ, മരിച്ചു കിടക്കുന്ന കൃപാവരങ്ങൾ, മരിച്ചു കിടക്കുന്ന ആത്മദാഹം, മരിച്ചു കിടക്കുന്ന പ്രാർത്ഥനയുടെ അഭിഷേകം, മരിച്ചു കിടക്കുന്ന ദൈവവചന ധ്യാനം, മരിച്ചു കിടക്കുന്ന ബന്ധങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അന്ന് ആമേൻ ആ താഴ്വാരത്തിൽ, അസ്ഥികൾ നിറഞ്ഞു കിടന്ന താഴ്വാരത്തിൽ എഗെസ്കേൽ പ്രവാചകൻ വാ തുറന്ന് പറഞ്ഞപ്പോൾ അസ്ഥികൾ എഴുന്നേറ്റ് നിന്ന് സൈന്യമായി മാറിയ പോലെ ഇന്ന് ചില വാക്കുകൾ പുറപ്പെടുമ്പോൾ ചില ഭവനങ്ങൾ ആമേൻ ഇരുട്ടുകൾ നിറഞ്ഞ താഴ്വരയ്ക്ക് പകരമായി ആമേൻ സൈന്യത്തിന്റെ അധികാരത്തോടെ ശത്രുവിനെ തകർത്ത് പരാജയപ്പെടുത്തുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ, അഭിഷേകം യേശുവിന്റെ നാമത്തിൽ,
യേശുവിന്റെ നാമത്തിൽ ഇതുവരെ നിന്റെ ജീവിതത്തിനകത്ത് നിന്നതായ എല്ലാ വിധത്തിലുള്ള അടിമത്വങ്ങളുടെ കോട്ടകളും തകർന്നു കേട്ടോ ഇന്ന് രാത്രി. ഒന്നിച്ചു നേരം അന്യഭാഷയിൽ ആരാധിച്ചോ, സ്തോത്രം ചെയ്ത് ആരാധിച്ചോ. നിങ്ങൾ അടങ്ങിയിരിക്കേണ്ട. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. എല്ലാവരും പ്രാർത്ഥിക്കാൻ. ആമേൻ ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ സാഹചര്യങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ആമേൻ അന്യഭാഷയിൽ സ്തുതിക്കാനായിട്ട് സാഹചര്യമുണ്ടെങ്കിൽ അന്യഭാഷയിൽ ആരാധിച്ചോ. ആമേൻ സ്തോത്രം ചെയ്യാൻ ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെയുള്ള കൃപാവരങ്ങൾ ഇല്ലാത്തവരാണ്, നോ പ്രോബ്ലം. നിങ്ങളുടെ ഭാഷയിൽ ആരാധിച്ചോ. ആ വീട്ടിനകത്തൊരു അന്തരീക്ഷം, വേറൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. വീടിനകത്ത് മറ്റൊരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. ആ ഭവനത്തിനകത്തൊരു ആത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഇതുവരെയും തോളില് മുഖം ചുമന്നുകൊണ്ടിരുന്ന നിന്റെ മേൽ ആമേൻ ഇന്ന് കർത്താവ് പറയുക, ആധിപത്യം, ഗവൺമെന്റ്, അധികാരത്തോടെ ചില മേഖലകളെ നോക്കി കൽപ്പിക്കുന്ന അഭിഷേകം. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയില്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് വെളിപ്പെട്ടു വരുന്നു. ഇന്ന് ചില ഭവനങ്ങളിൽ ഇത് വെളിപ്പെട്ടു വരുന്നു, ചില വ്യക്തികളിൽ ഇത് വെളിപ്പെട്ടു വരുന്നു യേശുവിന്റെ നാമത്തിൽ. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഇതുവരെ ഹല്ലേലൂയ ഓടിയിട്ടും ശ്രമിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ പരക്കം പാഞ്ഞിട്ടും അധ്വാനിച്ചിട്ടും നടക്കാത്തത് ചിലത് നിന്റെ തോളിലെ ആധിപത്യം കൊണ്ട് നടക്കാണേ. അത് പറയുമ്പോൾ എന്നോട് ആത്മാവ് ഒരു കാര്യം പറയുക, മകനെ ഇതൊന്ന് വിളിച്ചു പറയാനായിട്ട് പറയുക എന്നോട്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഗദസരദേശത്ത് ഒരു ഭൂതഗ്രസ്തൻ വർഷങ്ങളായി കേട്ടോ കെട്ടപ്പെട്ട് കിടക്കുക. അവൻ ചങ്ങലയിട്ടിട്ട് നടന്നില്ല. ഹല്ലേലൂയ. എല്ലാ പണിയും പയറ്റിയിട്ട് നടന്നില്ല. അവന് വീട്ടിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ട് നടന്നില്ല. വസ്ത്രം ഉടുപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. മര്യാദയ്ക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് നടന്നില്ല. എടാ മോനെ, നീ എന്തിനാടാ കൈയെല്ലാം നീ മുറിപ്പെടുത്തുന്നത്? വെറുതെ എന്തിനാടാ കൊച്ചെ നീ ഇങ്ങനെ ചെയ്യുന്നത്? മര്യാദയ്ക്ക് ഇരിക്കലാന്ന് പറഞ്ഞിട്ട് നടന്നില്ല. പക്ഷേ അധികാരമുള്ള ഒരുവൻ അവിടെ വന്നപ്പോ, അധികാരമുള്ളവൻ ഗദസര ദേശത്ത് കാൽവെച്ചപ്പോ, ചങ്ങല കൊണ്ട് ഹല്ലേലൂയ ഒതുക്കാൻ കഴിയാത്തത്, ഹല്ലേലൂയ ആമേൻ വാക്കുകൊണ്ട്, വഴക്കുകൊണ്ട്, ബലം കൊണ്ടും ശക്തി കൊണ്ടും ഒതുക്കാൻ കഴിയാത്തത് അധികാരമുള്ളവൻ വന്നപ്പോൾ ഒതുങ്ങിയതുപോലെ ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ശ്രമഫലമായി നടക്കാത്ത ചില വിഷയങ്ങള് അധികാരത്തോടെ നീ കൽപ്പിക്കുമ്പോൾ ചില കോട്ടകൾ തകരുന്ന ഈ നാളുകളിൽ യേശുവിന്റെ നാമത്തിൽ കൂടെ നിന്നെ രോഗിയാക്കുന്ന ആമേൻ ആ ശക്തി, മാനസികമായ സംഘർഷങ്ങളെ, പിരിമുറുക്കങ്ങളെ കൊണ്ടുവന്ന് സ്വസ്ഥത കളയുന്ന ശക്തി, ആമേൻ അസമാധാനം കൊണ്ടുവരുന്ന ശക്തി, ഇന്ന് രാത്രി ജീവന്റെ അധികാരം വെളിപ്പെടുമ്പോൾ തോളിൽ ഇതുവരെ ഇരുന്നത് നുകമാണോ? ഇനി നുകമല്ല കേട്ടോ, ഇനി നുകമല്ല, ഇത് അധികാരമാണ്. ഇതൊരു അധികാരമാണ്. തോളിൽ ഇതുവരെ നുകം ചുമന്ന്, ഇതുവരെ ജീവിതത്തിനകത്ത് ഭയവും ഭാരവും ചുമന്ന് നടന്നവരോട് രാത്രി സ്വർഗം പറയുക, അത് മതിയാക്ക് കേട്ടോ, അത് മതിയാക്ക്. ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് തോളിലേക്ക് ഒരു അധികാരത്തെ വെച്ച് തരികയാണ്. ഗവൺമെന്റ്, ഹല്ലേലൂയ, ആമേൻ. നിന്റെ തോളിലേക്ക് ആധിപത്യത്തെ വെച്ച് തരിക. നീ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അസ്ഥികൾ ഉണങ്ങിക്കിടക്കുകയായിരിക്കാം. അസ്ഥിക്ക് മാംസമില്ല, ജീവനില്ല, രൂപമില്ല, രക്തമില്ല, ഞരമ്പില്ല, ത്വക്കില്ല. പക്ഷെ നീ പറഞ്ഞാൽ സ്ഥിതി മാറും. 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 ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തോളുകളിൽ ആമേൻ ചുമന്ന് മടുത്തവരെ, കുഞ്ഞുങ്ങളുടെ കാര്യത്തെ ഓർത്ത് ഭാരപ്പെട്ട് തളർന്ന് നിരാശപ്പെട്ട് ജീവിതത്തിനകത്ത് എല്ലാ വഴികളും അടഞ്ഞു എന്ന് തളർന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങള് ഡിവോഴ്സിന്റെ വക്കത്തെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളും, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വല്ലാത്ത ഭാരത്തിലിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വല്ലാത്ത ആദിയിലും ടെൻഷൻ, അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്ക് ബുദ്ധി വേണ്ട പോലെ പഠിക്കാനുള്ള ബുദ്ധിയില്ല, അതുകൊണ്ട് മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, അവർ പറഞ്ഞാൽ അനുസരിക്കാത്തൊരു പേരിൽ ടെൻഷൻ അനുഭവിക്കുന്നവർ, വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, ഇന്ന് രാത്രി പറയട്ടെ, തോളിലെ ചുമടുകളെ മാറ്റിയിട്ട് തോളിൽ ആധിപത്യത്തെ കർത്താവ് വെച്ച് തരിക. തോളിലെ ചുമടുകളെ മാറ്റി ആധിപത്യത്തെ കർത്താവ് വെച്ച് തരുന്നു. ആമേൻ, ഹല്ലേലൂയ. വായിക്കാം ഏശയ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഐസയ 22:22. ഐസയ 22:22. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. കണ്ടോ? ഹല്ലേലൂയ. വായിച്ചു തീർന്നില്ല.
അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, ആരും അടയ്ക്കത്തില്ല, അടച്ചാൽ ആരും തുറക്കുകയില്ല, ആരും തുറക്കത്തില്ല. ആണ്ടെ അടുത്തൊരു കാര്യം, അധികാരം. ഇത് ഇത്ര നേരം തോളിലിരുന്ന് ചുമട് മാറ്റിയിട്ട് താണ്ടെ അധികാരം. താണ്ടെ അടുത്തൊരു പരിപാടി, താക്കോല് തോളിൽ വെച്ച് തരിക. അവൻ താക്കോല് എന്താണെന്നറിയാമോ? ഏതേലും നിന്റെ മുമ്പിൽ വാതിലൊക്കെ തുറന്ന് പൂട്ടി അടച്ച് നീ അങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് കർത്താവ് പറയുക. ആ തോളിലേക്ക് ആ ചുമട് മാറ്റിക്ക്, ആ ചുമട് ഞാൻ അങ്ങ് മാറ്റിയിട്ട് ആ തോളിലേക്ക് ഒരു അധികാരവും വെച്ച് തരാം, ആ തോളിലേക്ക് ഞാൻ ഒരു താക്കോലും വെച്ച് തരാം. എന്താ പ്രത്യേകത എന്നറിയാമോ? ഈ തോളിലെ താക്കോലിന്റെ പ്രത്യേകത എന്നറിയാമോ? ഈ താക്കോലിന്റെ പ്രത്യേകത, ഇതുകൊണ്ട് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ഇതുകൊണ്ട് പൂട്ടിയാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ചിലതിന്റെ മേൽ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ചിലരുടെ മേൽ, ഹല്ലേലൂയ, ഈ ആമേൻ, ഹല്ലേലൂയ, ആധിപത്യത്തിന്റെ ഒപ്പം തന്നെ ചില താക്കോലുകളും കൂടെ തോളിലേക്ക് വെച്ച് തരികയാണ്. ആധിപത്യത്തിന്റെ ഒപ്പം തന്നെ ചില താക്കോലുകളും വെച്ച് തരികയാണ്. താക്കോലുകൾ ദേശങ്ങളെ തുറക്കുന്ന, കുടുംബങ്ങളെ തുറക്കുന്ന, സാമ്പത്തിക നന്മകളെ തുറക്കുന്ന. ഓ ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് വരികയായിരുന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ട് ഞങ്ങൾ ഒരു കാര്യത്തിന് പുറത്ത് പോയിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. ചില കാര്യങ്ങൾ, ചില പേരുകൾ, ചില വാക്കുകൾ, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില കണക്ഷൻസിനെ കണ്ടപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പറയാനൊരു കാര്യമുണ്ട്. ചില മേഖലകളിൽ ഇതുവരെ പിശാച് പൂട്ടിയിട്ട ചിലതിനെ അൺലോക്ക് ചെയ്യുക. ഓ യേശുവിന്റെ നാമത്തിൽ അൺലോക്ക്, ഓപ്പൺ ചെയ്യുന്നു. ഹല്ലേലൂയ. ചില വാതിലുകൾ പിശാച് ഇതുവരെ ഈ രാജ്യത്ത്, ഈ ദേശത്ത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ, നീ ആയിരിക്കുന്ന ദേശത്ത് ആരും ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷ, ആ ദേശത്ത് ആരും ചെയ്തിട്ടില്ലാത്ത ബിസിനസ്, ആ ദേശത്ത് ആരും സമ്പാദിച്ചിട്ടില്ലാത്ത സമ്പാദ്യം, ആ ദേശത്ത് ഇതുവരെ ആരും എത്തിപ്പെടാത്തതായ ചില ഉന്നതമായ, നന്മയായ, ശ്രേഷ്ഠമായ, അധികാരമായ ലോകം, രാജ്യങ്ങൾ, ലോക രാജ്യങ്ങൾ, ദേശങ്ങൾ അറിയുന്നത് പോലെ ഉള്ള ചില വിടുതലുകൾ. താക്കോല് ഹല്ലേലൂയ. തോളിൽ ഇതുവരെ ചുമന്ന് മടുത്തവരെ, കുഞ്ഞുങ്ങളെ ഓർത്ത് തോളിൽ തോള് ഹല്ലേലൂയ. അയ്യോ, എനിക്ക് ആകെ പ്രശ്നമാണ്, എനിക്കൊരു ഗതിയില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ വാതിലും അടഞ്ഞു. ഇല്ല, നിന്റെ കൈ താക്കോലിരിപ്പുണ്ട്, താക്കോല് നിന്റെ കൈ തന്നിരിക്കുക. നീ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല കേട്ടോ, നീ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഓർത്തേക്കാം, അത് കർത്താവിന്റെ കാര്യമല്ലേ, അത് നമ്മളുമായിട്ട് തന്നെ ബന്ധം, നമ്മളുമായിട്ട് വല്ല ബന്ധമുണ്ടോ നമുക്ക് നോക്കിയേക്കാം. ഹല്ലേലൂയ. നമുക്ക് ഓടി മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കയറി, മത്തായിയുടെ സുവിശേഷത്തില് അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഓടി വരുമ്പോൾ അവിടെ നമ്മളെ പോലെ ഒരാളെ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മള് അത്രയും വലിയ കാര്യമൊന്നും നമ്മൾ ചെയ്തവരൊന്നുമല്ല. ഹല്ലേലൂയ. എന്നാൽ അത്രയും വലിയ തെറ്റൊന്നും കുഴപ്പക്കാരൊന്നും അല്ല നമ്മള്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അതിന്റെ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 16-19, മത്തായി 16-19. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരും. താക്കോല് പത്രോസേ, തള്ളിപ്പറഞ്ഞ പത്രോസേ, തള്ളിപ്പറയാമോ പത്രോസേ, അനുസരണക്കേട് കാണിച്ച പത്രോസേ. സ്വർഗരാജ്യത്തിന് താക്കോൽ. ഇന്ന് രാത്രി കർത്താവ് പറയുന്നത്, താക്കോൽ നിന്റെ കൈ തരും. ആരുടെ കയ്യിലെന്നറിയാമോ? യേശുവിനെ ക്രിസ്തു എന്ന് പറഞ്ഞ് നീ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ച് നീ, യേശു ക്രിസ്തുവാന്ന് വാ കൊണ്ട് ഒരിക്കലും നീ പറഞ്ഞതാണെങ്കിൽ ഇന്ന് കർത്താവ് പറയാ, ആ വെളിപ്പാടുള്ളവന്റെ കയ്യിലേക്ക് ഞാൻ താക്കോല് തരിക. ഓ ഹല്ലേലൂയ. ആ വെളിപ്പാടുള്ളവന്റെ കയ്യിലേക്ക് ഞാൻ താക്കോല് തരിക. ആ വെളിപ്പാടുള്ളവന്റെ കയ്യിലേക്ക് ഞാൻ താക്കോല് തരിക. ആ വെളിപ്പാടുള്ളവന്റെ കയ്യിലേക്ക് ഞാൻ താക്കോല് തരിക. ആമേൻ. താക്കോല് തരിക. ആ വെളിപ്പാടുള്ളവന്റെ കയ്യിലേക്ക് താക്കോല്, ആ വെളിപ്പാടുള്ളവന്റെ കയ്യിലേക്ക് താക്കോല്. ഹല്ലേലൂയ. ആമേൻ. എവിടുത്തെ താക്കോല? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. എവിടുത്തെ താക്കോല? സ്വർഗരാജ്യത്തിന്. എവിടുത്തെ താക്കോല? സ്വർഗരാജ്യത്തിന് താക്കോൽ എന്റെ കയ്യിൽ കിട്ടിയിട്ട് എന്താ കാര്യം? അയ്യോ, കിട്ടിയിട്ട് കാര്യമുണ്ട്. നിങ്ങൾ വാക്യങ്ങളെ വായിക്കണം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എഫേസ്യ ലേഖനം 2:6 എഴുതി വെച്ചിരിക്കുക, നിങ്ങളെ അവന്റെ കൂടെ ഉയർപ്പിച്ച് സ്വർഗരാജ്യത്തിൽ ഇരുത്തിയിരിക്കുക. സ്വർഗത്തിലിരുത്തി നിനക്ക് അവിടെ ഇരുന്ന് തുറക്കാന്നേ. നീ അവിടെ ഇരുന്ന് തുറന്നാൽ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? നമുക്കറിയാം, നമ്മുടെ ജനപ്രതിനിധികൾ അല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ ജനപ്രതിനിധികൾ, നമ്മുടെ ചെറിയ സ്ഥലങ്ങളിലെ പ്രതിനിധികളുണ്ട്. നമ്മൾ അവരെ നമ്മുടെ ഔദ്യോഗിക സ്ഥലങ്ങളിലേക്ക് അയച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഇവിടുത്തെ കാര്യം അവിടെ ചെന്ന് പറഞ്ഞ് ഇവിടത്തേക്ക് വേണ്ടി ചിലതിനെ പിടിച്ചു മേടിച്ചുകൊണ്ട് വരാനായിട്ട്. ഞാൻ പറയട്ടെ, നിങ്ങളെ കർത്താവ് ഒരു സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുക. എന്താണെന്നറിയാമോ? നിന്റെ വീട്ടിന് വേണ്ടി ചിലത് തുറന്നു കൊണ്ടുവരാനായിട്ട്, നിന്റെ മക്കൾക്ക് വേണ്ടി ചിലത് തുറക്കാനായി. ഓ ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി ചില പൂട്ടുകൾ തുറക്കാനായിട്ട്, നിന്റെ ജോലിക്ക് വേണ്ടി ചില പൂട്ടുകൾ, അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കാനായിട്ട് നിന്നെ അപ്പോയിന്റ് ചെയ്ത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. എന്നിട്ട് സ്വർഗത്തിന്റെ താക്കോല് നിന്നെ തന്നിരിക്കുക. ഓ മൈ ഗോഡ്, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സ്വർഗരാജ്യത്തിൽ ഇരുത്തി അവിടുത്തെ
താക്കോല് നീ നമ്മൾ ആരാ ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് നീ തുറക്കുമ്പോ ചില ഉറവകൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവാ. നീ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ശാപം മാത്രമാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് ചില വാതിലുകളെ ഇരുന്ന് തുറന്നേ. പിശാച് അടച്ച ചില വാതിലുകളെ തുറന്നേ. ചില സാമ്പത്തിക നന്മകളെ തുറന്നേ. ദാരിദ്ര്യം മാത്രമാണ് നിന്റെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, ഡിസ്കൗണ്ടിന്റെ കാര്യം മാത്രം നീ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും ലോൺ എടുക്കുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, ക്രെഡിറ്റ് കാർഡിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, ഇനി സമൃദ്ധിയെ കുറിച്ച് പറയാൻ പോവാ. വാതിൽ തുറക്ക്. നിന്റെ മുമ്പിൽ അടച്ച ചില വാതിലുകളെ തുറക്ക്. ഇതുവരെ തോളിൽ ചുമട് ചുമന്നോട് പറയുക, തോളിൽ താക്കോല്. ഇതുവരെ നിന്റെ കയ്യിൽ, നിന്റെ തോളിൽ ചുമടായിരുന്നല്ലേ, ചുമടായിരുന്നല്ലേ, നിന്നെ മുന്നോട്ട് വിടത്തില്ല, നിനക്ക് സ്വസ്ഥത തരത്തില്ല. ഇന്ന് രാത്രി കർത്താവ് പറയാ, ആ ചുമടൊക്കെ ഒന്ന് ഇറക്കിവേ. നിന്റെ തോള് ചുമട് ചുമക്കാനുള്ള തോളല്ല കേട്ടോ. നിന്റെ തോൾ എന്തിനു വേണ്ടിയാ ഞാൻ നിനക്ക് ഷോൾഡർ തന്നെന്നറിയാമോ? നീ ചുമട് ചുമന്ന് കുടുംബത്തെ എങ്ങനെയെങ്കിലും ഭാരം പ്രയാസങ്ങളുടെ നടുവിൽ കൂടെ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയും പുലർത്തണം. അയ്യോ, ഞാൻ രാവിലെ മുതൽ ഓടുന്നെന്തിനാ, എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയും പുലർത്തണം. ഞാൻ ഓടുന്നെന്തിനാണെന്നറിയാമോ? എനിക്ക് എങ്ങനെയും എന്റെ വീട് പണി തീർക്കണം. ഞാൻ ഓടുന്നെന്തിനാണെന്നറിയാമോ? ഞാൻ ഉറക്കമില്ലാതെ അധ്വാനിക്കുന്നതിനാണെന്നറിയാമോ? എനിക്ക് എങ്ങനെയും എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തണം. ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ തോളിൽ ചുമട് ചുമന്നവരോട് പറയുക, എന്റെ കർത്താവ് പറയുക, അല്പം ഒന്ന് താഴ്ത്തി വെച്ച്, നിനക്ക് ഞാൻ തോള് തന്നത് ഈ ചുമട് ചുമക്കാനായിട്ടല്ല. ഹല്ലേലൂയ. തോളിൽ നിന്ന് ചുമട് നീങ്ങിപ്പോവ്. അന്നാളിൽ തോളിൽ നിന്ന് ചുമട് നീങ്ങിപ്പോവ്. അല്ലെങ്കിൽ ഇന്ന് എന്റെ ദൈവം പറയുക, നിങ്ങളുടെ തോളിൽ നിന്ന് ചില ചുമടുകളെ എടുത്തു മാറ്റിയിട്ട്, ചുമടുകൾ എടുത്തു മാറ്റിയിട്ട് നിങ്ങളുടെ തോളിന്മേൽ ചില ആധിപത്യത്തെ വെച്ച്, ചില താക്കോലുകളെ വെച്ച് നിങ്ങൾ തുറക്കുമ്പോൾ ഇതുവരെ തുറന്നു വരാത്ത ചില ഉറവകൾ തുറന്നു വരാൻ പോവാ. നിങ്ങൾ തുറന്നു വരുമ്പോൾ ഇതുവരെ ഇരുട്ടായി കിടന്ന ചില മുറിക്കകത്ത് വെളിച്ചം വരാൻ പോവാ. ഇതുവരെ ആൾതാമസമില്ലാതെ ചില വീടുകൾ നിറയാൻ പോവാ. ഇതുവരെ നീ ഹല്ലേലൂയ, നീ നിലവിളിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ നീ കൽപ്പിക്കുമ്പോൾ, ഇത് തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചല്ല കേട്ടോ. ഇത് വചനം കേട്ടിരിക്കും, അവിടെ വളിപ്പും തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഈ വാക്ക് പറയുന്നത് കേട്ടോ. ഇത് എന്നോടാണെന്ന് ഗൗരവത്തോടെ ഏറ്റെടുത്ത്, അതിന്റെ ഗൗരവത്തോടെ ഇതിന് മുമ്പിൽ വന്നിരുന്ന്, ഇതിനെ ഗൗരവത്തോടെ യെസ് ഐ ബിലീവ് ഇൻ ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ടുനൈറ്റ്, നോട്ട് ടുമോറോ, ഇന്ന് രാത്രി തന്നെ അസാധാരണമായ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. ഇത് പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് റെവലേഷൻ 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യം വായിക്കാതിരിക്കാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-7-8 വായിക്കാതിരിക്കാനേ പറ്റത്തില്ല. ആമേൻ. യേശുവിനെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. വായിക്കാം 3-7-8. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, ശ്രമിച്ചാലും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഈ മെസ്സേജ് പറയുമ്പോൾ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഞാൻ എന്താണ് പറയുന്നതെന്ന് 100% ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പറയുന്ന വാക്കുകളെ ഹല്ലേലൂയ, ആമേൻ, അവിടെ അത് നടന്നു, ഇവിടെ പോയപ്പോൾ അത് നടന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയും ഇവിടെ ഒന്നും പോകണ്ട, ഈ കേൾക്കുന്നതിനെ വിശ്വസിച്ചാൽ മതി. ഇന്ന് രാത്രി ചിലത് അൺലോക്ക് ആകുക. ആമേൻ. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിന്റെ തരിക. എന്നിട്ട് എന്റെ കർത്താവ് പത്രോസിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഭൂമിയിൽ എന്തേലും കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, നിന്നെ കെട്ടിയിരിക്കുന്ന ചില ദാരിദ്ര്യത്തിന് കെട്ടുകള്, നിനക്ക് മനസ്സമാധാനം തരാതെ, ചില വ്യക്തികളോട് വെറുപ്പും കയ്പും വിദ്വേഷപ്പെട്ട് മനസ്സിന്റെ സമാധാനത്തെ കുളച്ച്, ഹല്ലേലൂയ, നിനക്ക് ആമേൻ, നിന്റെ മനസ്സിനകത്ത് സ്വസ്ഥതയില്ല, രോഗഭയം, നിരാശയുടെ ഭയം, കുറ്റബോധം, ഇന്നലകളിൽ വന്നുപോയ കുറ്റങ്ങളെ, കുറവുകളെ കുറിച്ചുള്ള ബോധം, നിന്റെ ജീവിതത്തിൽ വന്നുപോയ ചില മിസ്റ്റേക്കുകളെ കുറിച്ച് ഇങ്ങനെ പിശാച് എടുത്തെടുത്ത് പറഞ്ഞ് നിന്നെ തളർത്തി, നിന്നെ നശിപ്പിച്ചു വെച്ചിരിക്കുമെങ്കിൽ ഇന്ന് രാത്രി പറയാ, നിന്റെ തോളിൽ ഈ താക്കോൽ ഇരിക്കുന്നതുകൊണ്ട്, നിന്റെ തോളിൽ ഈ ആധിപത്യം ഇരിക്കുന്നതുകൊണ്ട് നീ അഴിച്ചാൽ, ഇന്ന് രാത്രി നീ അഴിച്ചാൽ, ആമേൻ, അത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ചിലപ്പോൾ അഴിയുമെന്നല്ല, അത് സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഇത് സംഭവിക്കട്ടെ.
ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുറന്നു തുറന്നു തുറന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില വാതിലുകളെ തുറന്നു. അവിടെ ഭാവിക്ക് വേണ്ടി ചില വാതിലുകളെ തുറന്നു. ആമേൻ. 1 സെന്റ് വസ്തു പോലുമില്ല, ഒരു സ്വന്തമായിട്ട് വീടില്ല. തുറക്ക, വാതിൽ തുറക്ക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങള് പഠിച്ചു, ഡിഗ്രി വരെ എത്തി, അടുത്ത് എന്താണെന്ന് അറിയത്തില്ല. വാതിൽ തുറക്ക. ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കാര്യം നടക്കുന്നില്ല. തുറക്ക, നീ തുറക്ക്, നീ തുറക്ക്. ഹല്ലേലൂയ. ആമേൻ. താക്കോല്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 16:19 പറഞ്ഞ പോലെ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ തന്നിരിക്കുക. If you open, hallelujah, amen, hallelujah, the door will open. I mean, nobody can shut it off. Hallelujah. ആർക്കും അടയ്ക്കാൻ കഴിയാതെ വണ്ണം, ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണമുള്ള ഒരു ഓപ്പണിംഗ് ഇന്ന് രാത്രിയിൽ സംഭവിക്കുന്നു. Oh, in the mighty, 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 mighty name of Jesus. ഹല്ലേലൂയ. വീണ്ടും ഒരു വാക്യം പെട്ടെന്ന് ഓടിച്ച് വായിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. ഏശയ്യാവിന്റെ പുസ്തകം 45 1, 2, 3 വാക്യങ്ങളെ വായിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45 വേഴ്സ് 1, 2 and 3. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വാക്യമേ. വായിച്ചു. യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്തു. എന്നോട് പറയുന്നത് അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും അവന്റെ വലം കൈപിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് എന്നെ മുമ്പേ പോയും ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാദികളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, എന്ന് ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ. ആരുടെയും പണത്തിനു വേണ്ടി നിങ്ങൾ കടം മേടിക്കാനും ചോദിക്കാനും ഒന്നും നടക്കണ്ട, നിലവിളിക്കാൻ നിൽക്കേണ്ട. ആരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പൊക്കോട്ടെ. ഇവിടെ വായിച്ചു തീർന്നില്ല. മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും. 3-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും നിന്റെ കൈ കൊണ്ട് തരും. ഇന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ, നാളുകളായിട്ട് തോളിൽ നുകം ചുമന്നുകൊണ്ട് നടന്നവരോട് പറയുക, തോളിൽ ഇപ്പൊ താക്കോല. തപ്പി നോക്കിയാല് അവിടെ ചുമട് ചുമന്നതിന്റെ അടയാളമല്ല കേട്ടോ, താക്കോലിന്റെ അടയാളമാണ്, അധികാരത്തിന്റെ അടയാളമാണ്. നീ പറഞ്ഞാൽ, ആമേൻ, ചില വാതിലുകളെ നീ തുറന്നാൽ, ചില വാതിലുകളെ നീ അടച്ചാൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തില്, ആമേൻ, ഇതാ ഇന്ന് രാത്രിയിൽ മറവിടങ്ങളിലെ ഗുപ്ത നിധികളെ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ നിങ്ങളിലേക്ക്, ആമേൻ, എവിടെയോ പോയിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. കാരണം എന്നാന്നറിയാമോ, ആരും വഴിതെറ്റിക്കാൻ കഴിയാത്ത വിധം, ആരും അടയ്ക്കാതെ വണ്ണം അവൻ നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. ആർക്കും അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല, ആർക്കും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ആർക്കും നിങ്ങളെക്കുറിച്ച് ആളുകൾ പറഞ്ഞു വരുത്തിയ നുണയില്ലേ, ആളുകൾ നിങ്ങൾക്ക് വിരോധമായി പറഞ്ഞ ശാപവാക്കുകൾ, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ശാപവാക്കുകൾ, ആമേൻ, നീ നന്നാകരുതെന്നും പറഞ്ഞ് നിനക്ക് വിരോധമായി പലയിടത്തും നുണകളും അപവാദങ്ങളും പറഞ്ഞ് നിന്റെ മുമ്പിൽ വന്ന ചില വാതിലുകളെ, നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ചിലതിനെ നുണ പറഞ്ഞ് വഴിതിരിച്ചു വിട്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പം പറയുകയാണ്, ഹല്ലേലൂയ, അവർ നുണ പറഞ്ഞ് വഴിതിരിച്ചു വിട്ടെങ്കിൽ സത്യവാനാകുന്ന ഞാൻ അതിനെ റീഡയറക്റ്റ് ചെയ്യുകയാണ്, നിന്നിലേക്ക് അതിനെ മടക്കി കൊണ്ടുവരും. നിന്റെ വീട്ടിന്റെ വാതിൽക്ക് വന്നിട്ട് മടങ്ങിപ്പോയത് ചിലത് നിന്റെ വീട് തുറന്ന് അകത്തു കയറും. ഇന്ന് രാത്രി നിന്റെ അവസ്ഥകൾ മാറുന്ന സീസൺ ആരംഭിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. തുറന്ന വാതിലുകൾ. ഇന്ന് എത്ര പേര് ഇത് കാണുന്നെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞങ്ങളത് കാണുന്നു. ഇന്ന് രാത്രി ഞാനത് കാണുന്നു. തുറന്ന വാതിലുകൾ കാണുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ആത്മാക്കൾക്ക് വേണ്ടി, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, അതിന്റെ സാമ്പത്തികമായ മേഖലകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, തലമുറകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, കുടുംബത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവിക നന്മയ്ക്കും അംഗീകാരത്തിനും, ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറിക്കും വേണ്ടി യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. I command to the doors open in the name of Jesus.
ഇവിടെ വചനത്തിൽ പറയുന്ന ഒരു കാര്യം അതിനേക്കാളും ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നേരത്തെ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. നീ താക്കോലുമായിട്ട് വന്ന് നിൽക്കുമ്പോ എൻ്റെ കർത്താവ് നിന്റെ മുമ്പിൽ പോയിട്ട് നീ താക്കോൽ എടുക്കാൻ പോലും സമ്മതിക്കാതെ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു വെച്ചിരിക്കുക. നീ അങ്ങ് കയറി പോകാനാ പറയുന്നത്. നീ ഒരു എഫേർട്ടും വേണ്ടടാ മോനെ, നീ അങ്ങോട്ട് പോവും, നീ അങ്ങോട്ട് കയറിപ്പോ, മകനാന്നുള്ള ബോധ്യത്തിൽ അങ്ങ് കയറിപ്പോ. വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെ ഞാൻ നിനക്ക് തരും. അത് പാസ്റ്റ് ടെൻസി പറഞ്ഞിരിക്കുമ്പോ ഫ്യൂച്ചർ ടെൻസി പറഞ്ഞിരിക്കുമ്പോ തരുമെന്ന് ഫ്യൂച്ചർ ടെൻസി പറഞ്ഞിരിക്കുമ്പോ എഫേസ്യ ലേഖനത്തിൽ 1:3 പറഞ്ഞു വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. 1 പീറ്റർ 1:3 പറയുകയാണ്, ജീവന് ഭക്തിക്ക് വേണ്ടിയുള്ളതല്ല നിങ്ങൾക്ക് ദാനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഫിലിപ്പിയ ലേഖനം 4:19 എഴുതി വെച്ചിരിക്കുക, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്റെ ധനത്തിനൊത്തോണം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, തരുമെന്ന് പറഞ്ഞെങ്കിൽ ആമേൻ താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് ആമേൻ ഹല്ലേലൂയ ഇരുട്ടിലെ നിക്ഷേപങ്ങള് മറവിടങ്ങളിലെ ഗുപ്തനിധികള് നിനക്ക് തരുമെന്നാ പറഞ്ഞെങ്കിൽ, തരുമെന്നാണ് യേശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞെങ്കിൽ, യേശയ്യാവിന് 45 പറഞ്ഞത് എഫേസ്യ ലേഖനം 1:3 1 പത്രോസ് ഹല്ലേലൂയ 1:3 എഴുതി വെച്ചിരിക്കുക, തന്നു കഴിഞ്ഞു. ഇല്ല ഇനി വീട്ടിൽ ദാരിദ്ര്യത്തിന്റെ പറച്ചിലില്ല കേട്ടോ. ആമേൻ. ഇനി നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുടെ വാക്കുകളില്ല. ആമേൻ. പ്രതികൂലങ്ങളുടെ വാക്കുകളില്ല, നിരാശയുടെ വാക്കുകളില്ല, ഭയത്തിന്റെ വാക്കുകളില്ല, ഭിന്നതയുടെ വാക്കുകളില്ല, കയ്പിന്റെ വെറുപ്പിന്റെ അൺഫോർഗിവ്നെസിന്റെ വാക്കുകളില്ല. ആരൊക്കെയോ നിങ്ങളെ ഉപദ്രവിച്ചു, കയ്പ് വെറുപ്പ് നിങ്ങളെ തകർത്തു. ഇനി ആ കാര്യം നിങ്ങൾ മിണ്ടത്തില്ല. അതുപോലെ നിങ്ങൾ ഫ്രീ ആകുക ഇന്ന് രാത്രി. അത് നിങ്ങളെ 10 പേര് 1000 പേര് കൂടി ഓർപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഓർമ്മ വരത്തില്ല. അതുപോലെ കർത്താവ് നിങ്ങൾ ഫ്രീ ആക്കുക ഇന്ന് രാത്രി. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹെവൻലി ഫാദർ, സ്വർഗീയ നല്ല പിതാവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ചില വാതിലുകൾക്കായി സ്തോത്രം. അസാധാരണമായ നിലയിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചുവടുകൾ വെക്കുമ്പോൾ ആമേൻ അത്ഭുതങ്ങളെ ചെയ്ത് ഞങ്ങളെ മാനിച്ചിരിക്കുന്നതിനായി നന്ദി കർത്താവ്. ഞങ്ങൾ ആമേൻ ഹല്ലേലൂയ സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ നീ വിടുവിക്കുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകുമെന്ന് പറഞ്ഞിരിക്കുന്നില്ല. അതുപോലുള്ള അത്ഭുതങ്ങളെ ഞങ്ങൾ ചെയ്ത് മാനിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവേ. അവിടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാട് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ.